നടൻ ഉണ്ണിമുകുന്ദനെതിരെ പോലീസ് കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉണ്ണിമുകുന്ദനെതിരെ ഇൻഫോപാർക്ക് പോലീസ് കേസെടുത്തു. എറണാകുളം കൊച്ചിയിലാണ് ഈ സംഭവം. ഉണ്ണിമുകുന്ദന്റെ മാനേജരായി പ്രൊഫഷണൽ മാനേജരായ വിപിൻ കുമാർ എന്ന വ്യക്തിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് എഫ്ഐആർ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷമായി ഉണ്ണിമുകുന്ദന്റെ പ്രൊഫഷണൽ മാനേജരായി വിപിൻ കുമാർ ഏകദേശം 18 വർഷത്തോളമായി അദ്ദേഹം ഫീൽഡിൽ നിൽക്കുന്നു. 6 വർഷമായിട്ട് ഉണ്ണിമുകുന്ദന്റെ പ്രൊഫഷണൽ മാനേജരാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഇദ്ദേഹമാണ്. കാക്കനാട്ട് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാറിനെ വിളിച്ചു, അത്യാവശ്യമായിട്ട് കാണണം. ശരി, വെളിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാം എന്ന് പറഞ്ഞു. അതില്ല, ഉടനെ കാണണം എന്ന് പറഞ്ഞ് ഉണ്ണിമുകുന്ദൻ കാക്കനാട്ടെ ഈ പ്രൊഫഷണൽ മാനേജർ താമസിക്കുന്ന ഫ്ലാറ്റിലെത്തി. അതിൻ്റെ താഴത്തെ നിലയിലേക്ക് വിളിച്ചു വരുത്തി കാർ പാർക്കിംഗ് ഏരിയയിൽ. അതിനുശേഷം അയാളുടെ മുഖം നോക്കി ഇടിച്ചു. അയാളുടെ മുഖത്തെ കണ്ണാടി, വിലയേറിയ കണ്ണാടി തറയിലിട്ട് ചവിട്ടി. അയാളെ ചീത്ത വിളിച്ചു. അയാളെ കൈ രണ്ടും പുറകോട്ട് പിടിച്ചു കെട്ടി അയാളെ കൊല്ലാൻ ശ്രമിച്ചു. ഭീകരമായിട്ട് അയാളെ മർദ്ദിച്ചു, ചീത്ത വിളിക്കുകയും ചെയ്തു. ഇത് കണ്ട് അദ്ദേഹം വിളിച്ചു. അപ്പൊ അതിന് ആ ഫ്ലാറ്റിൽ താഴെ താമസിക്കുന്ന ആരോ 1-2 പേര് ഓടി വന്ന് പിടിച്ചു. ഇതിനെ സംബന്ധിച്ച് ഒരു പരാതി ഇൻഫോപാർക്ക് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാനേജർ കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ മുഖത്തെ പരിക്ക്, അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് തിരിച്ചതിലുള്ള അദ്ദേഹത്തിന്റെ വൈഷമ്യങ്ങൾ, അദ്ദേഹത്തിനെ കൊല്ലുമെന്ന് പോകാൻ നേരത്തെ വീണ്ടും പറഞ്ഞിട്ട് പോയി. തന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം, ഉണ്ണിമുകുന്ദനെതിരായിട്ട് കേസെടുക്കണം. ഇൻഫോപാർക്ക് പോലീസ് എഫ്ഐആർ ഇട്ടു. അറ്റംപ്റ്റ് മർഡർ ഉണ്ട്, കൊല്ലാൻ ശ്രമിച്ചതിനുണ്ട്. കൈ രണ്ടും പിന്നിക്കെട്ടി ആ കഴുത്തിലെ പിന്നിൽ ഇടിച്ച ആൾ ചിലപ്പോൾ ചത്തുപോകും. കാരണം അത്ര നല്ല ആരോഗ്യമുള്ള ആളാണ്. മലയാള സിനിമയിലെ മസിൽ കാണിച്ച് പെരിപ്പിച്ച് നടനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു സിനിമ മാത്രം ആണ് കൃത്യമായിട്ട് ഓടിയത്, മാർക്കോ. അതിനുശേഷം അദ്ദേഹത്തിന് സിനിമയൊന്നും കിട്ടിയിട്ടില്ല. പടം ഒന്ന് സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം പലരെ സമീപിച്ചു. സംവിധാനത്തിന് തയ്യാറായി നീക്കാൻ അതിന്റെ ഫൈനാൻസിങ് ഗോകുലം ഗോപാലൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം പിന്മാറി. ഇപ്പൊ പടമൊന്നുമില്ല. അത് തൻ്റെ മാനേജറുടെ കുഴപ്പമാണ്. മാനേജരാണ് പണം അത് ക്യാൻവാസ് ചെയ്ത് ചക്കിട്ട് പിടിച്ച് ഒപ്പിച്ചു കൊടുക്കേണ്ടത് എന്നാണ് മാനേജർമാരുടെ ജോലി. നമുക്കതേപ്പറ്റി വലിയ വിവരമില്ല. കാരണം അതാണോ മാനേജർമാരുടെ ജോലി എന്നറിയില്ല. ഇപ്പം തനിക്ക് പിന്നീട് മറ്റ് സിനിമകളൊന്നും ഇപ്പം ലഭിക്കാറില്ല. കാരണം മലയാളത്തിലെ നാട്യം അല്ലെങ്കിൽ അഭിനയം അറിയാവുന്ന ഒരാള് ആണ് ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയില്ല. പലരും സിനിമാ മോഹമായിട്ട് ഇവിടെ വരും. ചിലർ ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ പെരുക്കി അങ്ങനെ താരമായവർ പലരും ഉണ്ട്. അവർക്കൊന്നും അധികം ഭാവിയില്ല. കാരണം അവർ ആ രീതിയിൽ ഒരു സിനിമ ചിലപ്പോൾ ഓടിയെന്ന് വരാം, പിന്നീട് ഓടാനുള്ള സാധ്യത ഇല്ല. ഇപ്പോൾ അദ്ദേഹത്തിന് മാർക്കോയ്ക്ക് ശേഷം സിനിമ ഇല്ല. അത് മാനേജറുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു. അതിന് മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ മാനേജര് വേറെ ഒരു നടനെ പ്രകീർത്തിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പ്രശംസിച്ചിട്ടു, ഇൻസ്റ്റാഗ്രാമിലും ഇട്ടു എന്ന് പറയുന്നു. ടൊവിനോ തോമസിന്റെ നരിവേട്ട കൊള്ളാം, നല്ല സിനിമയാണെന്ന് പറഞ്ഞൊരു കുറിപ്പ് ഇട്ടു. അത് ഉണ്ണിമുകുന്ദൻ കണ്ടു. അത് തന്നെയല്ല, ഈ കണ്ണാടി ഇയാൾ മുഖത്തടിച്ച് കണ്ണാടി താഴെ വീണപ്പോൾ അത് ചവിട്ടിപ്പൊട്ടിക്കാൻ കാരണം അത് വിലയേറിയ ഒരു കണ്ണാടിയാണ്. അത് മറ്റൊരു നടൻ, ഇയാളുടെ ശത്രുവായ ഒരു നടൻ കൊടുത്തതാണ്. ആ നടനുള്ള ആ അപ്രീതി ആ കണ്ണാടി നിലത്തിട്ട് ചവിട്ടി പൊട്ടിക്കുമ്പം ആ അപ്രീതി കാണിക്കുകയും ചെയ്തു. നിന്നെ കൊല്ലുമട എന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം കേസ് കൊടുത്ത് ജീവനും സ്വത്തിനും സംരക്ഷണം വേണം എന്ന് ഇൻഫോപാക്കിന്റെ അടുത്ത് പറഞ്ഞു. അതിനകത്ത് അറ്റംപ്റ്റ് മർഡർ ഉള്ളതുകൊണ്ട് ജാമ്യമില്ല, വകുപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അസഭ്യം പറഞ്ഞ 294 ഒക്കെ വന്നിട്ടുണ്ട്. അത് തന്നെയല്ല, അദ്ദേഹത്തിന് റോൺഫുൾ കൺഫൈൻമെന്റ്, പിടിച്ചു വെച്ച് എങ്ങും ചലിക്കാൻ പറ്റാത്ത രീതിയിൽ പുറകോട്ട് ആ മസിൽമാൻ
മാനേജറുടെ കൈ രണ്ടും പിന്നിലാക്കി അദ്ദേഹത്തിനെ കൂച്ചുവലങ്ങിട്ട് ഒരു റോങ്ഫുൾ തടവിലാക്കി. ഏതായാലും സമയോചിതമായി അവിടുത്തെ ഫ്ലാറ്റിലെ ചില ആൾക്കാർ അത് കണ്ടു. അവര് അദ്ദേഹത്തിനെ ആ പിടിയിൽ നിന്നും മോചിപ്പിച്ചു. അത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലുമിടാ എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഏതായാലും ഉണ്ണിമുകുന്ദന്റെ ആ സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൂടെ മാനേജരായി നിന്ന് 6 വർഷം നിന്ന് ആക്കുക, അയാൾ അത് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പോൾ അദ്ദേഹം ഫ്രസ്ട്രേഷനിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ കമന്റ്. അത് തന്നെയല്ല, ഉണ്ണിമുകുന്ദൻ ഇതിനെ സംബന്ധിച്ച ഒരു കാര്യം ഇപ്പം പറഞ്ഞിട്ടില്ല. എന്നാലും സിനിമ മേഖലയിൽ തനിക്ക് 18 വർഷത്തെ പരിചയമുണ്ട്. അതുകൊണ്ട് താനെ പെപ്കായാലും അമ്മയ്ക്കൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞു. ഇയാളുടെ പേരിൽ നടപടി എടുക്കണം. അത് തന്നെയല്ല, ഇയാള് പുതിയ പടം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതിൽ വലിയധികം പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായി. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അത് അവസാന നിമിഷം ഇദ്ദേഹത്തിന്റെ ആ സിനിമാ രംഗത്തെ എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു ഡയറക്ടറാണല്ലോ, ഫസ്റ്റ് മൂവി ആണല്ലോ. അതുകൊണ്ടാണ് ഗോകുലം ഗോപാലൻ ഫൈനാൻസിങ് കൊടുക്കില്ല അതിൽ നിന്ന് പിന്മാറിയത്. ഇപ്പൊ സിനിമയൊന്നുമില്ല. അത് തൻ്റെ മാനേജർ കുഴപ്പമാണ്. തനിക്ക് സിനിമ ക്യാൻവാസ് ചെയ്ത് പിടിച്ചു തരേണ്ടത് ഈ അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാനേജർ ചുമതലയാണ് എന്നാണ് പറയുന്നത്. മലയാള സിനിമയിലെ നമ്മൾ പല നടന്മാരെ കാണുന്നുണ്ട്. 5 സ്റ്റാർ ലക്ഷറിയിലെ അവർ ജീവിക്കുകയുള്ളൂ. സിനിമ എന്നുള്ള വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കേണ്ടത്. പക്ഷെ 5 സ്റ്റാർ ലക്ഷറി വിദേശങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പോവും വരുമൊക്കെ ചെയ്ത് കടത്തിന്റെ പുറത്ത് കടവും കയറും. അത് തന്നെയല്ല, അത്ര ഒരു വരുമാനം ഉണ്ടോ എന്ന് സംശയമുണ്ട്. പല നടന്മാരും ഈ 5 സ്റ്റാർ സ്റ്റൈലിലാണ് ജീവിക്കുന്നത്. പക്ഷെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ തന്നെ അതുല്യ നടന്മാരായ സത്യനും കൊട്ടാരക്കരയൊക്കെ എങ്ങനെയാ ജീവിച്ചത്? അവരുടെ വരുമാനത്തിനകത്ത് ഒതുങ്ങി. സത്യന്റെ ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഡയറക്ടർ ആലപ്പുഴയിൽ ചെല്ലാൻ പറഞ്ഞു. അത് വളരെ പഞ്ചലാണ്. അദ്ദേഹം പോലീസ് ഓഫീസർ ആയിരുന്നല്ലോ. അതുകൊണ്ട് വെളുപ്പിനെ 6 മണിക്ക് ഷൂട്ടിംഗ് എത്തും എന്ന് പറഞ്ഞപ്പം അന്നത്തെ കാലത്ത് അദ്ദേഹം ട്രിവാൻഡ്രത്ത് നിന്ന് ബസ് കയറി അവിടെയൊക്കെ ചെന്ന് എന്തോ ബോട്ടിലങ്ങ് കയറി. ആ ഡയറക്ടർ പറഞ്ഞ സ്ഥലത്ത് കൃത്യമായി 6 മണിക്ക് കാണണം, ഷൂട്ടിങ് തുടങ്ങും. അവര് വിഷമിക്കരുത്, അവര് സാമ്പത്തിക നഷ്ടം വരരുത്. ഇദ്ദേഹം ബസ് കയറി അവിടെ ചെന്നിട്ട് രാത്രി 4 മണിക്കോ 3 മണിക്കോ ആ പറഞ്ഞ സ്ഥലത്ത് ആ ഡയറക്ടറുടെ വീടിന്റെ മുൻവശത്ത് ആ സ്റ്റെപ്പിൽ കിടന്ന് ഉറങ്ങി. എന്നിട്ടാണ് അത് നിന്നപ്പോ ആ സംവിധായകന് വലിയ വിഷമം തോന്നി. വിളിക്കണ്ടായിരുന്നു വീടിനകത്ത്. അല്ലല്ല, അത് നിങ്ങൾ ഉറങ്ങിക്കോളൂ, അത് എനിക്ക് പ്രശ്നമല്ല, ഞാൻ കൃത്യനിഷ്ഠ പാലിക്കുന്ന. അങ്ങനെയാണ് പഴയ കാലത്തെ അതുല്യ നടന്മാരെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഓരോരോ നടന്മാരും നോക്കി. കൊട്ടാരക്കര ആയാലും ശരി, ഓരോ ലളിതമായി ഭരതഗോപി ആയാലും ശരി, വേണുനാഗവള്ളി ആയാലും ശരി, അവർ എവിടെ വേണേലും കിടന്നുറങ്ങും. അഭിനയ സാധ്യതയുള്ള സിനിമയ്ക്ക് അവർ എന്ത് ത്യാഗവും സഹിക്കും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനുള്ളവരെല്ലാവരും അവര് ഒരു കാരവൺ വേണം, ആ കാരവണിലേ ഇരിക്കുള്ളൂ. അത് തന്നെയല്ല, രണ്ടാമത് ലക്ഷറിയായ കാറ് കൊടുക്കണം. BMW അല്ലെങ്കിൽ ബെൻസ് അതുപോലെയുള്ള കോസ്റ്റ്ലി കാറിലേ വരുള്ളൂ, സഞ്ചരിക്കുകയുള്ളൂ. ഇതൊക്കെ എവിടുന്ന് പഠിച്ചതാന്ന് എനിക്ക് മനസ്സിലാകും. ഒരു അതുല്യ നടന്മാര് എത്രയോ പേരുണ്ട് മലയാളത്തില്. നമ്മൾ ഇവരൊക്കെ ഭാവാഭിനയം കാണിക്കുന്ന കഥകളിയിലെ ഒരു ആചാര്യന്റെ അടുത്ത് പോലും ഇവരാരും എത്തില്ല. അതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ മലയാളത്തിലെ ഒരു നടനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ സിനിമയൊന്നും കാണാനും പോകത്തില്ല. രണ്ടാമത് അതുപോലെയുള്ള തലമുറയിലുള്ള പലരും അവരെ അഭിനയിച്ച് അഭിനയ സിദ്ധി കൈവരിച്ചു കഴിയുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കും, അവരുടെ സിനിമ കാണും. അങ്ങനെ എത്രയോ വർഷം എടുത്തിട്ടാണ് ആ അഭിനയ ചാതിരി അവരുടെ മുഖത്തും ശരീരത്തിലും ഒക്കെ ആ എക്സ്പ്രഷനൊക്കെ വരുന്നത്. പക്ഷെ അതൊന്നും ഇല്ലാതെ ജിമ്മിൽ പോയി 24 മണിക്കൂറും ജിമ്മിലിരുന്ന് തന്റെ മസിൽ പെരുപ്പിക്കുന്ന ഒരാൾക്ക് മലയാള സിനിമയിലെ ഒരു ഡയറക്ടറാകാൻ കഴിയില്ല, ഒരു അഭിനയ നേതാവാകാൻ കഴിയില്ല. അത് മലയാളികൾക്ക് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സിനിമ ഉണ്ടാവില്ല. ചില അടിപിടിയും കുത്തും വെട്ടും ഒക്കെ എടുക്കുന്ന ധാരാളം സിനിമകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിനൊക്കെ ആ ഒരു സിനിമ കൊണ്ട് തീരും. അതേ രീതിയിൽ വേറൊരെണ്ണം പടച്ചു വിട്ടാല് അതിനും സിനിമയ്ക്ക് ആള് കയറില്ല. ഒരെണ്ണം ഒന്ന് കണ്ടു നോക്കും, അങ്ങ് വിടും. അതുകൊണ്ട് മലയാള സിനിമാ രംഗത്തുള്ള ചെറുപ്പക്കാർ മാറി ചിന്തിക്കണം. ചെറുപ്പക്കാരികൾ മാറി അഭിനയ സാധ്യത ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ആൾക്കാർ പ്രകീർത്തിക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. അല്ലാതെ 1-2 സിനിമ കൊണ്ട് നിങ്ങൾ തിരിശീല നമ്മൾ ഇടേണ്ടി വരും. അതുകൊണ്ട് മാറി ചിന്തിക്കണം. ഈ ലക്ഷറി ലൈഫ് വിട്ട് പഴയ കാലത്തെ ആൾക്കാർ എങ്ങനെയാണ് സിനിമ അഭിനയിച്ചത്, അവരതിനു വേണ്ടി ത്യാഗം ചെയ്തിട്ടാണ് വരുന്നത് ആ സിനിമയിൽ. കാരണം മലയാള സിനിമയിൽ അഭിനയിച്ച പഴയ എല്ലാ നടന്മാരും ഓരോ മെസ്സേജാണ്. പാട്ടുകാരായാലും ശരി,
പി ഭാസ്കറിന്റെ സിനിമ അദ്ദേഹത്തിന്റെ ആയാലും ശരി, അത് പഴയ കാലത്തെ സ്റ്റേജ് നടന്മാർ തന്നെയാണ്. എത്രയോ പ്രാവശ്യം സ്റ്റേജിൽ കയറി അഭിനയിച്ച് മുഖത്ത് അവർ ഉദ്ദേശിക്കുന്ന മനസ്സിന്റെ ആ വികാരങ്ങളും ചലനങ്ങളും പ്രകടിപ്പിക്കാൻ കഴിവുള്ളവർ മാത്രമാണ് മലയാള ഉന്നത സോപാനങ്ങളിൽ വിഹരിച്ച നടന്മാരെന്നാണ് ഞാൻ പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ആ ഉണ്ണിമുഖത്തിനെതിരായിട്ട് കേസെടുക്കണം, അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം. ഇങ്ങനെയുള്ള മലയാളത്തിലെ നടന്മാരുടെ ആ വംശം നശിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ.